ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തിരൂരിലെ കോഹിനൂർ മാളിലുള്ള കലീസിലേക്കാണ്. ഇതേ കലീസിലേക്ക് എത്തിക്കഴിഞ്ഞു. ഞങ്ങളിന്ന് ഓർഡർ ചെയ്തത് ബിരിയാണി ആൻഡ് ചിക്കൻ കൊണ്ടാട്ടാണ്. അപ്പോൾ അവിടെ ഒരു ഭയങ്കര വൈബുള്ളൊരു സ്ഥലമാണ്. ഒരു പ്രത്യേക എന്തോ ഒരു വൈബാണ് അവിടെ പോയിരുന്ന് ഭക്ഷണം കഴിക്കാൻ. ബിരിയാണിക്കൊക്കെ അവിടെ നിന്ന് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റുള്ളതുപോലെ തോന്നും. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് കോഴിക്കോട് ബീച്ചിലാണ്. അപ്പോൾ ബീച്ചിലെത്തുമ്പോൾ ഏകദേശം വൈകുന്നേരമായി, 5 മണി 6 മണി ആ ടൈമൊക്കെ ആയി. ബീച്ചിലൂടെ ഇങ്ങനെ മണലിലൂടെയൊക്കെ കുറേ നടന്നു. അപ്പോഴാണ് ചുരണ്ടി ഐസ് കഴിക്കാൻ തോന്നിയത്. അപ്പോൾ ചുരണ്ടി ഐസ് കഴിച്ചു. പിന്നെ ഉപ്പിലിട്ട നെല്ലിക്ക, പൈനാപ്പിൾ, മാങ്ങ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അതൊക്കെ കഴിച്ചു. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒട്ടകത്തിനെ കണ്ടത്. ഒട്ടകത്തിൻ്റെ പുറത്ത് എല്ലാവരും ഇങ്ങനെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും കയറി, ഞാനും കിച്ചും കൂടെ കയറി ഒട്ടകത്തിൻ്റെ പുറത്ത്. അതൊരു വളരെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആദ്യം കയറുമ്പോൾ കുറച്ചൊരു പേടി ഉണ്ടായിരുന്നു, പിന്നെ ശരിയായി. പിന്നെ കുറച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ പേടിയൊക്കെ മാറി, നല്ല അടിപൊളിയായി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയി. ഒട്ടകത്തിൻ്റെ പുറത്ത് കയറാൻ ഒരാൾക്ക് 100 രൂപയാണ്. അപ്പോൾ ഈ ഒട്ടകത്തിൻ്റെ പുറത്തിരിക്കുമ്പോൾ എല്ലിങ്ങനെ കുത്തിയിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടി കളിക്കണ പോലെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല ഹൈറ്റിൽ ഇങ്ങനെ ഇരിക്കുകയല്ലേ, അപ്പോൾ എല്ലാവരും ഞങ്ങളെ തന്നെ നോക്കുമായിരുന്നു. ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി ഇങ്ങനെ വരുമ്പോൾ നല്ല രസമായിരുന്നു, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഒട്ടകത്തിൻ്റെ പുറത്തുനിന്ന് അങ്ങനെ ഇറങ്ങി. അതും കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ വീണ്ടും നടന്നു, മണലിലൂടെ കുറേ നടന്നു. അപ്പോഴാണ് കുട്ടികൾ കളിക്കുന്ന ഒരു സ്ഥലം കണ്ടത്. അപ്പോൾ കിച്ചുവിന് കളിക്കാമെന്ന് പറഞ്ഞിട്ട് അതിൽ വേഗം കയറി. അതിൽ ഇത്ര ടൈം വരെയാണ് അതിൻ്റെ ടൈം. അപ്പോൾ ഇനി കളിക്കട്ടെ എന്ന് ഞങ്ങളും കരുതി. അങ്ങനെ കുറേ നേരം അവൻ കളിച്ചു. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അവന്. അങ്ങനെ വഴുതി വരാനും അങ്ങനത്തെ ഒരു കളിക്കുന്ന ഇതായിരുന്നു. അപ്പോൾ കുറേ കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ കളിച്ചു. പിന്നെ അതിൻ്റെ ടൈം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് പിന്നെ ഇറങ്ങി. ഇനി കളിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് തപ്പി തിരഞ്ഞപ്പോഴാണ് ഞങ്ങളൊരു എക്സ്പോ കണ്ടത്. എക്സ്പോയിലേക്ക് ഇനി അവിടുന്ന് കുറേ പോകണം, കുറേ നടക്കുക തന്നെ ചെയ്യണം. അപ്പോൾ കുറേയൊക്കെ നടന്നപ്പോൾ ഏകദേശം 2-3 കിലോമീറ്ററോളം നടന്നിരിക്കുന്നു. അപ്പോൾ ഭയങ്കര ക്ഷീണം. അപ്പോൾ ഇനി വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് റെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് പിന്നെ പോയത്. എക്സ്പോയിലെത്തിയതോടുകൂടി ഹിച്ചു ഓരോ റൈഡിലും കയറാനുള്ള ഇൻട്രസ്റ്റ് ആയിരുന്നു അവന്. അവൻ തന്നെ എല്ലാ റൈഡിലും കയറി. ഞങ്ങൾ 2 പേരും കയറിയിട്ടില്ല, അവൻ ഒറ്റയ്ക്ക് തന്നെ കയറുന്നു. അവന് അങ്ങനെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഒരു റൈഡ് കയറിയിട്ട് അവൻ എനിക്ക് ടാറ്റയൊക്കെ തന്നിരുന്നു. പിന്നെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ 2 കയറിയിട്ടില്ല. എന്നാലും അവനും അങ്ങനത്തെ പേടിയൊന്നുമില്ല. അവൻ കൂളായിട്ട് എല്ലാവരും കയറി നല്ല ആസ്വദിച്ചു, അടിപൊളി. കളിയെല്ലാം കഴിഞ്ഞ് സമയം നോക്കിയപ്പോൾ ഏകദേശം 10:30 ആയി. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ വെച്ചിട്ട് പോവുകയാണ്. അപ്പോൾ നേരെ പോയത് ഹോട്ടൽ പേരഗണിലാണ്. നല്ല തിരക്കായിരുന്നു അവിടെ. ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പിന്നെ നൂൽ പൊറോട്ടയും മലബാർ ചിക്കൻ കറിയാണ് കഴിച്ചത്. ബിരിയാണി ചോദിച്ചപ്പോൾ ഇത്ര ടൈമായ കാരണം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അതും കഴിച്ച് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.